2018 പ്രളയത്തിൽ വീണ്ടും ആരോപണങ്ങളുമായി മാത്യു കോളനാടൻ MLA. കരിമണൽ ഖനനത്തിന് നൽകിയ പ്രാധാന്യം ജനങ്ങളുടെ ജീവന് നൽകിയില്ല. സ്പിൽവേയിലെ മണ്ണെടുപ്പിന് വേണ്ടി വെള്ളം തുറന്നുവിടാൻ തയ്യാറായില്ല. പ്രളയകാര്യത്തിലും ഡീൽ നടന്നിട്ടുണ്ടെന്നും കോളനാടൻ ആരോപിച്ചു. പ്രളയം കഴിഞ്ഞിട്ടും അവരുടെ ആറ്റിറ്റ്യൂഡ് എവിടെയായിരുന്നു കാണിക്കുന്ന ഡോക്യുമെന്റ് ആണത്. അതായത് എന്തിനാണ് വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് മണ്ണിനെ കുറിച്ച് പറഞ്ഞത്? മഴ വന്ന് മണ്ണ് പോയാൽ അവർക്ക് തന്നെ വേണം. വൈ ആർ ദേ വറീഡ് അബൌട്ട് ദിസ്? സോ ദാറ്റ് ഷോസ് ദ ഇന്റൻഷൻ. ദാറ്റ്സ് ക്ലിയർ. പ്രളയത്തിന് ശേഷമുള്ളതിൽ പോലും മണ്ണ് എടുക്കാൻ നോക്കുകയാണ്. പ്രളയം അത്രയും വലിയ അനുഭവം ഉണ്ടായിട്ട് പോലും. അപ്പം പിന്നെ ആ സമയത്ത് ആരും ചോദിക്കാനും പറയാനും ഇല്ല, അന്വേഷിക്കാനും ഇല്ലാത്തപ്പോൾ മണ്ണ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ടെന്ന് ഊഹിക്കാൻ പാടില്ല. MK ഷുക്കൂർ വീറുമായി ചേർന്നു. ഷുക്കൂർ, അല്പം മുമ്പ് K കൃഷ്ണൻകുട്ടിയും വിശദീകരിച്ചു. മാത്യു കോളനാടൻ നിയമസഭയിൽ ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കുറച്ചു മുമ്പ് ഫേസ്ബുക്ക് വീഡിയോ വഴി മാത്യു ടി തോമസും പറയുന്നത് കള്ളപ്രചാരണമാണ് എന്ന്. പക്ഷേ പുറത്തു വന്ന K കൃഷ്ണൻകുട്ടിയുടെ ശബ്ദരേഖ സംബന്ധിച്ച് അങ്ങനെയെങ്കിൽ ഒരു പരാതി കൊടുക്കുമോ എന്ന ചോദ്യം നേരിടുന്നുണ്ടോ ഇരുവരും? തീർച്ചയായും K കൃഷ്ണൻകുട്ടിയുടെ ഈ വോയിസ് ക്ലിപ്പ് അത് വ്യാജമാണ് എന്ന ഒരു ആരോപണമാണ് നിലവിൽ കൃഷ്ണൻകുട്ടിയും ഒപ്പം തന്നെ മാത്യു ടി തോമസും ഉന്നയിക്കുന്നത്. എന്നാൽ അത് സംബന്ധിച്ചൊരു പരാതി അവർ ഇതുവരെ നൽകിയിട്ടില്ല. അത് 2018 പ്രളയം ഉന്നയിച്ച് വോട്ട് പിടിക്കേണ്ട ഗതികേടിലാണ് UDF എന്ന ഒരു ഒഴുക്കൻ മട്ടിലുള്ള മറുപടി നൽകി അവർ അതിൽ നിന്ന് തടി തപ്പുകയാണ്. സത്യത്തിൽ ഈ ഓഡിയോ സംബന്ധിച്ച് ഏറെക്കുറെ അതൊരു യഥാർത്ഥത്തിലുള്ള ഒരു ഓഡിയോ ആണെന്നൊരു നിഗമനത്തിലാണ് പൊതുവെ സമൂഹമുള്ളതെന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ ഈ പ്രളയം എങ്ങനെയുണ്ടായി എന്നത് സംബന്ധിച്ചുള്ള ചർച്ച നേരത്തെ തന്നെ വിശദമായി നടന്നതാണ്. അക്കാര്യത്തിൽ ചെന്നൈ IIT പഠനത്തിലും സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ പഠനത്തിലും ഇത് അമിതമായ 42% മഴ പെയ്തത് കൊണ്ട് സംഭവിച്ചതാണ് എന്നുള്ളത്. എന്നാൽ അമിക്കസ് കുറി ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത് ഇത് ഡാം മാനേജ്മെന്റ് അടക്കം വന്ന വീഴ്ച ഒരു മനുഷ്യനിർമ്മിതമായ ഒരു പ്രളയമാണ് എന്നൊരു കണ്ടെത്തലാണ് ഉണ്ടായത്. അക്കാര്യത്തിൽ വിശദമായ ചർച്ച 2019 മറ്റൊക്കെ നടന്നതാണ്. എന്നാൽ നിലവിൽ മാത്യു കോളനാടൻ ഉന്നയിക്കുന്നത് ഇത് സംബന്ധിച്ച് ഒരു മന്ത്രി തന്നെ, നിലവിൽ മന്ത്രിയായിരിക്കുന്ന ഒരു വ്യക്തി അതേ വകുപ്പ് നേരത്തെ കൈകാര്യം ചെയ്തിരുന്ന ഒരു മന്ത്രിക്കെതിരെ നടത്തുന്ന ഒരു പരാമർശമാണ്. അക്കാര്യത്തിൽ ഒരു മനുഷ്യനിർമ്മിത ദുരന്തമാണ് അന്ന് നടന്ന പ്രളയം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കൃത്യമായ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. അതേക്കുറിച്ച് പക്ഷേ ഒരു തെളിവുകൾ കോടതിക്ക് മുന്നിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസിക്ക് മുന്നിലോ കൊടുക്കാൻ പറ്റുന്ന തെളിവുകളൊന്നും തന്നെ മാത്യു കോളനാടൻ ഹാജരാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്ന് ഈ തോട്ടപ്പള്ളി സ്പിൽവേയിൽ അടക്കം അത് തുറന്നുവിടാത്തതിന് എന്തുകൊണ്ട് സമയത്ത് തുറന്നു വിട്ടില്ല, അവിടെ മതിയായ വെള്ളമെല്ലാം അധികം വന്നിട്ടും എന്തുകൊണ്ട് തുറന്നു വിടുന്നില്ല തുടർന്നുള്ള ചോദ്യങ്ങൾ, പല ഉത്തരവുകളെല്ലാം ചൂണ്ടിക്കാട്ടി അദ്ദേഹം കാണിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊരു മനുഷ്യനിർമ്മിത പ്രളയമാണെന്ന് തെളിയിക്കാൻ മാത്രം മതിയായ തെളിവുകളോ അല്ലെങ്കിൽ രേഖകളോ അല്ല എന്നുള്ളതാണ് പ്രധാനം. നേരത്തെ പുറത്തു വരാത്ത പ്രത്യേകിച്ച് തെളിവുകളൊന്നും തന്നെ മാത്യു കോളനാടൻ മുന്നോട്ട് വെക്കുന്നില്ല. അതേസമയം ഒരു K കൃഷ്ണൻകുട്ടിയെ പോലെ പ്രമുഖനായ ഒരു മന്ത്രിയുടെ, ഒരു വ്യക്തിയുടെ, ഒരു പാർട്ടി നേതാവിൻ്റെ ഒരു ശബ്ദ സന്ദേശം ഇത് സംബന്ധിച്ച് മാത്യു ടി തോമസിൻ്റെ സാമ്പത്തിക താല്പര്യങ്ങളും അഴിമതിയുമാണ് ഈ പ്രളയത്തിലേക്ക് വഴിവെച്ചത് എന്ന അദ്ദേഹത്തിൻ്റെ ഒരു ആരോപണം ആണ് അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ ആരോപണമായി തന്നെ നിലനിൽക്കുകയാണ്. അതേസമയം നിയമപരമായി കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടി രേഖകളും തെളിവുകളും വേണ്ടിവരും.